പിന്നീടൊന്നും സംഭവിക്കുന്നില്ല. അല്ലല്ലോ, നമ്മൾ തീർച്ചയായിട്ടും ഇതിന് നമ്മൾ പ്രാഥമിക ലെവലിൽ നിൽക്കുന്നേ ഉള്ളൂ. ഇത് അന്വേഷണം പൂർണ്ണമായി തീർച്ചയായിട്ടും ഡീറ്റെയിൽ അന്വേഷണം നാഷണൽ ഹൈവേയുടെ ഭാഗത്തുനിന്നുണ്ടാവും. എന്തുകൊണ്ടാണ് സംഭവിച്ചത് വ്യക്തമായിട്ടൊരു അന്വേഷണം ഉണ്ടാവും, നാഷണൽ ഹൈവേയുടെ ഭാഗത്തുനിന്നുണ്ടാവും. പ്രാഥമിക രൂപത്തിൽ നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ടോൾ പ്ലാസ ആണ്. ഏകദേശം 38 മീറ്റർ വീതിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ലിഫ്റ്റ് ചെയ്ത് വെക്കുന്ന ഗാൻട്രി വെച്ച് ലിഫ്റ്റ് വെച്ചതിന് ശേഷം സൈഡ് പുഷ്, നമ്മൾ നോർമൽ കേസിൽ ഇതിനടിയിൽ ബെയറിംഗ് ഉണ്ട്, ബെയറിംഗിന് മുകളിൽ കൃത്യമായിട്ട് പുഷ് എടുത്ത് വെക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ കേസിൽ ഇവിടെ അത് സാധ്യമല്ല. ഗാൻട്രി ഗേറ്റർ വെച്ച് എടുത്ത് റേസ് ചെയ്തതിന് ശേഷം ഇത് സൈഡിലോട്ട് മാറ്റി വെക്കുകയും ഈ ബെയറിംഗിൻ്റെ മുകളിൽ ഉയർത്തി വെക്കുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഞാൻ മനസ്സിലാക്കിയത് ഉയർത്തി വെച്ച സമയത്ത് ജാക്ക് ഫെയിലിയറായി ഇത് താഴെ വീണെന്നാണ് മനസ്സിലാക്കിയത്. ഇതല്ലേ പറയാം, ഒരെണ്ണം വീണു, അത് മറ്റേ ബീമിന്റെ മേളിലോട്ട് ഗാർഡറിന്റെ മേളിലോട്ട് വീണു, അങ്ങനെ രണ്ടുകൂടെ കൊളാപ്സ് ചെയ്യണമെന്നാണ് മനസ്സിലാക്കുന്നത്. സൂക്ഷ്മ സമയത്ത് നമ്മൾ ഈ സമയത്ത് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വാഹന നിയന്ത്രണം പറഞ്ഞിരുന്നു, ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. എന്താ സംഭവിച്ചത് പരിശോധിക്കാം. നമ്മൾ സാറിന് നമ്മൾ ഇത് സമയത്ത് വാഹനം ട്രാഫിക് സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു, സ്റ്റോപ്പ് ചെയ്യാൻ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചത് നോക്കാം. ഒരു വണ്ടി വാഹനം വന്ന് കയറിയത് അബദ്ധത്തിലൊരു രാജേഷ്, നമ്മുടെ പള്ളിപ്പാട് സ്വദേശിയാണെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ ബോഡി ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റലിലോട്ട് മാറ്റിയിട്ടുണ്ട്. സ്ഥാപിക്കുന്ന സമയത്ത് വാഹനങ്ങൾ നിയന്ത്രിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടുമാണ്. നമ്മളെ സംബന്ധിച്ചോളം ഇതിപ്പം 1000 ദിവസമാണ് നമ്മളിതൊരു കൺസ്ട്രക്ഷൻ വേണ്ടി ഉള്ളത്. ഇവിടെ 2700ഓളം ഗാർഡേഴ്സ് സ്ഥാപിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഡേ ആൻഡ് നൈറ്റ് ഫുൾ ഇവിടെ വർക്കുകൾ ഡേ ആൻഡ് നൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ നമ്മൾ ഈ ഇറക്ഷനും അതോടൊപ്പം തന്നെ ഈ ലിഫ്റ്റിങ്ങും ഒക്കെ നൈറ്റ് സമയത്താണ് കൂടുതൽ ഉപയോഗിക്കുക ചെയ്യുന്നത്. നമ്മുടെ പ്രശ്നം വെച്ചാൽ ഏകദേശം 70 യൂണിറ്റ് പെർ ഡേ, ഒരു ദിവസം ഒരു മിനിറ്റിൽ 70 വാഹനങ്ങൾ ഇതിലേക്ക് കടന്നു പോകും. അപ്പോൾ നമുക്കത് ബ്ലോക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. ട്രാഫിക് ഒരു നിയന്ത്രണത്തിലൂടെ ഈ കാര്യങ്ങൾ രണ്ടും നടത്തിയേ പറ്റത്തുള്ളൂ. ഉണ്ട് തീർച്ചയായിട്ടും. ഇല്ല, പോലീസിന് ത്രൂ ഔട്ട് നമ്മളെ പോലീസും അതോടൊപ്പം തന്നെ മാർഷൽസിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ജോലിക്കാർ ഓടിപ്പോയി, അങ്ങനെ പെട്ടെന്ന് അതുകൊണ്ട് ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊക്കെ നാട്ടുകാർ പറയും. അല്ല, അത് സ്വാഭാവികമല്ലേ, ആൾക്കാർ ഭയപ്പെട്ട് പോകുന്നത്. ഇങ്ങനെ ഇത്രയും വലിയ സംഭവം ഉണ്ടാകുമ്പോൾ സമയത്ത് സ്വാഭാവികമായിട്ട് ഭയപ്പെട്ട് മാറിക്കാണും. പക്ഷെ അവർ തിരിച്ചു വന്ന് ഉയർത്തി ബോഡി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നോക്കാം, പരിശോധിക്കാം. ആവശ്യപ്പെട്ടു, അശോക ബിൽഡേഴ്സിന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഗതാഗതം നമുക്കിപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ ഈ ഭാഗം തുറന്നുവിടാനായിട്ട് പറഞ്ഞേക്കുന്നു. ഒരു സൈഡിൽ കൂടെ നമ്മൾ ട്രാഫിക് കൊണ്ടുപോവുകയും മറ്റേ സൈഡ് നേരത്തെ നമ്മൾ ചെയ്യുന്ന മാതിരി അരുക്കുറ്റി വഴി ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ ക്രമീകരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇപ്പം നിലവിൽ രണ്ടും എക്സ്ട്രാ ജംഗ്ഷൻ തിരിഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അരുക്കുറ്റി വഴി തിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഒരു ലൈൻ ഇതിലേക്ക് വിടുകയും മറ്റേത് അതിലേക്ക് ഇറക്കി വിടാൻ ഭാഗ്യമായിട്ട് പുനഃസ്ഥാപിച്ചു. അതെ. അപ്പോൾ നമുക്ക് ഈ ഇവിടുത്തെ ഒരു ഭാഗത്ത് നമ്മൾ ഗാൻട്രി ഗേറ്ററിനകത്ത് നമ്മൾ വിഷയം നോർമൽ ഹൈവേയുടെ വീതി 24.5 മീറ്ററാണ്. നമ്മൾ ഗാൻട്രി ഗേറ്റർ പ്ലേസ് ചെയ്ത് 30 മീറ്റർ, പക്ഷേ ഇവിടുത്തെ വീതി 38 മീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ ഗാർഡർ ഉയർത്തി ഈ ബെയറിങ്ങിൻ്റെ മുകളിൽ വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് സൈഡിൽ വെച്ചിട്ട് ഇത് പുഷ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പോൾ അതിന് നമ്മുടെ ഹൈഡ്രോളിക് ജാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഈ ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ച് പുഷ് ചെയ്തതിന് ശേഷം ആ പൊസിഷൻ വന്നതിന് ശേഷം ഇത് ലിഫ്റ്റ് ചെയ്യണം. ലിഫ്റ്റ് ചെയ്ത ഇതിൻ്റെ വെളി വെക്കണം, ബെയറിങ്ങിൻ്റെ വെളി വെക്കണം. അപ്പോൾ ആ സമയത്താണ് ഈ ജാക്ക് ഫെയിൽ ആവുകയും ഇത് സംഭവിക്കുന്നത്. ഒരെണ്ണം പറഞ്ഞു, അത് മറ്റേതിൻ്റെ വെളി തട്ടി രണ്ടും താഴെ വീഴും. തീർച്ചയായിട്ടും. നമ്മൾ നേരത്തെ ഉള്ളത് നമുക്ക് KCCയുടെ ഭാഗത്താണ്, നമ്മുടെ അവിടെ ബീച്ചിൻ്റെ ഭാഗത്ത്. അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് മൊത്തം അവരെ എക്സ്പെൻസിൽ തന്നെ റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടായിരുന്നു അവിടെ. ബീം പക്ഷേ ലിഫ്റ്റ് ചെയ്തപ്പോൾ അല്ലല്ലോ, നമ്മുടെ വണ്ടിയിൽ നിന്ന് പറഞ്ഞുകൂടെയല്ലോ, വണ്ടിയിൽ നിന്ന് വീണയല്ലോ, വണ്ടി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുകൂടെയാണ്. പലതവണ മീറ്റിംഗ് കൂടുകയും ഇതുവഴിയുള്ള നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് പലതവണ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അപ്പോൾ ഇത് ആവർത്തിക്കുന്ന ഒരു സാഹചര്യമല്ലേ ഇപ്പോൾ ഉള്ളത്? അല്ല, നമ്മളെ സംബന്ധിച്ചുള്ള ഇതൊരു ഇത്രയും വലിയ കോംപ്ലക്സ് വർക്കാണ്. 22,700 ബീമുകൾ ലിഫ്റ്റ് ചെയ്യണം, അത് പ്ലേസ് ചെയ്യണം. വലിയ കോംപ്ലക്സ് ഒരു ടൈം ബൗണ്ടായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടൊരു നമുക്കൊരു ജാക്ക് ഹൈഡ്രോളിക് ജാക്കിനാണ്. ഇത് എപ്പോൾ ഫെയിൽ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചോളം അത് കൃത്യമായിട്ട് ഈ ഹൈഡ്രോളിക് ജാക്കി ഫെയിൽ ആയത് സംഭവിച്ചത് തീർച്ചയായിട്ടും അത് വരാൻ പാടില്ലാതെയായിരുന്നു. പക്ഷേ അത് സംഭവിച്ചു പോയി സംഭവം. അപ്പോൾ നമ്മൾ ഗതാഗത നിയന്ത്രണം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും തന്നെ നമുക്ക് 28ഓളം മാർഷൽസിനെ ഇവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അവിടെ പോലീസിന് ടീമും ഉണ്ട്.
സാറേ, ഈ പൊതുമരാമത്ത് തീർച്ചയായിട്ടും പൊതുമരാമത്ത് വകുപ്പിന്റെ അന്വേഷണം ഇന്ന് തന്നെ റിപ്പോർട്ട് എന്തെങ്കിലും അവർ നാഷണൽ ഹൈവേയുടെ അല്ല ഇന്ന് തന്നെ പറ്റൂല, നമ്മളിപ്പോൾ അതിൻ്റെ എക്സ്പോർട്ടുകളൊക്കെ വന്ന് അന്വേഷിച്ചിട്ട് പറ്റത്തുള്ളൂ. അവർ എക്സ്പെർട്ടുകൾ വരും. തീർച്ചയായിട്ടും. എന്തോ നമ്മുടെ ജനറൽ ഹോസ്പിറ്റൽ അല്ലേ, നാളെ ജനറൽ ഹോസ്പിറ്റൽ. ജില്ലാ കലക്ടർ അലക്സ് വർഗീസിന്റെ പ്രതികരണമാണ് കണ്ടത്.